ഏതൊരു കാര്യവും വരും വരാകളെക്കുറിച്ചുള്ള ആലോചനയുടെയും കരുതലുടെയും മാത്രം ചെയ്യുന്ന ഒരു നാട്ടിൻപുറത്തുകാരനായ വൃദ്ധന്റെ കഥയാണിത്. ഒരു ദിവസം വൈകുന്നേരം ബന്ധുവിനെ കാണാനായിട്ട് അദ്ദേഹം പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് ദൂരം നടക്കണം. അതുകൂടാതെ ഒരു 6 കടക്കുകയും വേണം. വെളിച്ചത്തിന് കയ്യിൽ ഒരു ചൂട്ടുകറ്റയും തീപ്പെട്ടിയും കരുതി. അപ്പോഴാണ് ഒരു ചിന്ത, എങ്ങാനും മഴ പെയ്താൽ ചൂട്ടുകറ്റ കെട്ടുപോകും, ടോർച്ചാണെങ്കിൽ പേടിക്കണ്ട. അങ്ങനെ ഒരു ടോർച്ച് കയ്യിലെടുത്തു. ടോർച്ച് എങ്ങാനും കത്താതെ വന്നാൽ എന്താകുമെന്നായി അടുത്ത ചിന്ത. അങ്ങനെ അദ്ദേഹം ഒരു റാന്തൽ വിളക്ക് കൂടി കയ്യിൽ കരുതി. അപ്പോഴാണ് വേറൊരു ചിന്ത, അതിശക്തമായ കാറ്റടിച്ചാൽ റാന്തൽ വിളക്ക് കെട്ടുപോകും, അതുകൊണ്ട് 2 മെഴുകുതിരികൾ കൂടി കയ്യിലെടുത്തേക്കാം. അങ്ങനെ എല്ലാവിധ മുൻകരുതലോടു കൂടിയാണ് വൃദ്ധൻ യാത്ര പുറപ്പെട്ടത്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം, കടത്തുവെള്ളമില്ലെങ്കിൽ എങ്ങനെ അക്കരെ കടക്കും? എങ്ങനെയെങ്കിലും അക്കരെ കടക്കാൻ സാധിച്ചാൽ തന്നെ ബസ് വിട്ടുപോയാൽ എന്ത് ചെയ്യും? ഒരിക്കലും വിട്ടുമാറാത്ത ഇത്തരം ആകുല ചിന്തകൾ ആ മനുഷ്യനെ ആയുഷ്കാലം മുഴുവൻ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ആകുല ചിന്തകൾ ഏതൊരു മനുഷ്യന്റെയും കൂടപ്പുറപ്പാണ്. അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കണം. പോംവഴി കാണാതെ വഴിമുട്ടിപ്പോയതുകൊണ്ട് ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ? നമ്മളെല്ലാവരും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകുല ചിന്തകൾ നമ്മളെ ഒരിടത്തും എത്തിക്കുകയില്ല. നമ്മളുടെ ദൈവവിശ്വാസത്തെ അളക്കുന്ന അളവുകോലാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ആവശ്യമില്ലാതെ ആകുലപ്പെട്ട് മനസ്സിൻ്റെ സമാധാനം കളയരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.